ഹായ് ഓൾ, ഞാൻ അനുദീപ്. നാളെയാണ് നമ്മുടെ സെക്രട്ടേറിയറ്റ് OA മെയിൻസ് എക്സാം. ഇത് ജസ്റ്റ് ഒരു പരീക്ഷ എഴുതാനല്ല നിങ്ങൾ നാളെ പോകുന്നത്. നിങ്ങൾ നിങ്ങളുടെ സ്റ്റോറി തന്നെയാണ് നാളെ എഴുതുന്നത്, അല്ലെ? അടുത്ത നിങ്ങളുടെ ഒരു 10 വർഷം 20 വർഷത്തെ നിങ്ങളുടെ സ്റ്റോറിയാണ് നാളെ ആ എക്സാം ഹോളിൽ നിങ്ങൾ എഴുതാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്ലാസ്സിൽ ഒരു ഫൈനൽ ടച്ച്, ഒരു ഫൈനൽ പുഷ് നിങ്ങൾക്ക് തരിക എന്നുള്ളതാണ് ഉദ്ദേശം. വളരെ ഷോർട്ട് വീഡിയോ ആയിരിക്കും ഇത് കണ്ടതിന് ശേഷം നല്ല മോട്ടിവേറ്റഡ് ആയി പോയിരുന്ന് ബാക്കിയുള്ള ടോപ്പിക്സ് റിവിഷൻ നടത്തുക. കൂൾ മൈൻഡോട് കൂടി നാളത്തെ എക്സാം എഴുതുക. ക്ലിയർ ആണല്ലോ? അപ്പൊ നേരെ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവാം. ബിക്കോസ് കുറെ കഷ്ടപ്പെട്ടാണ് ഇവിടം വരെ നിങ്ങൾ പഠിച്ചു വന്നിട്ടുള്ളത്. ഈ കഷ്ടപ്പാടിന്റെ ഒക്കെ ഫലം കിട്ടേണ്ടത് നാളെ നിങ്ങൾ എക്സാം ഹോളിൽ ഇരിക്കുന്ന ചുരുക്കം ചില സമയത്തിനുള്ളിലാണ്. മറ്റുള്ളവരെക്കാൾ മുന്നിലേറാനുള്ള അഡീഷണൽ ക്വസ്റ്റ്യൻസ് അത് നമ്മുടെ കണ്ണിൽ വന്ന് പെടണം. കൃത്യമായ ഒരു ഉത്തരവ് നമുക്ക് കണ്ടെത്താൻ സാധിക്കണം, അല്ലെ? അപ്പൊ അതിനുവേണ്ടി നിങ്ങളെ സജ്ജരാക്കുന്നതാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ടെലിഗ്രാം ചാനലിലെ അംഗമല്ലാത്തവർ ടെലിഗ്രാം ചാനലിലെ അംഗങ്ങളാവുക. ഡെയിലി രാവിലെ മോക്ക് ടെസ്റ്റ് എഴുതുന്നുണ്ട്, കൃത്യമായും അത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നല്ല രീതിയിൽ തന്നെ പഠിച്ച് മുന്നേറുക. ഓക്കെ, ഒന്നാമതായി എനിക്ക് പറയാനുള്ളൊരു കാര്യം, ടേക്ക് എ ഡീപ്പ് ബ്രത്ത്. നന്നായി നിങ്ങളൊരു ശ്വാസം ഉള്ളിലേക്ക് എടുത്തേ, പുറത്തേക്ക് വിടുക. മൈൻഡ് കൂൾ ആക്കുക എന്നുള്ളതാണ് നാളത്തെ പരീക്ഷയ്ക്ക് മുമ്പായി നിങ്ങൾക്ക് നിങ്ങളോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യം. 2 ഫാക്ട് കുറച്ച് പഠിച്ചാലും കുഴപ്പമില്ല, പക്ഷെ നല്ല കൂൾ മൈൻഡോട് കൂടി പോകണം. ബിക്കോസ് ആ ഒരു എന്താ പറയാ, പ്രക്ഷുബ്ധമല്ലാത്തൊരു മനസ്സിന് മാത്രമേ ശക്തമായി ചിന്തിക്കാൻ സാധിക്കുമെന്ന് പറയാറുണ്ട്. ടെൻഷൻ, ആങ്സൈറ്റി അല്ലെങ്കിൽ പ്രശ്നമായിട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നാളത്തെ എക്സാമിന് നിങ്ങൾ പഠിച്ച മാർക്ക് പോലും കിട്ടില്ല. അതുകൊണ്ട് തന്നെ മൈൻഡ് മാക്സിമം കൂളാക്കി വെക്കുക. അതിന് നിങ്ങളെ ഏറ്റവും അധികം ഹെൽപ്പ് ചെയ്യുന്നത് നിങ്ങളുടെ ബ്രീത്തിങ്ങിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഞാൻ കുറച്ച് ദിവസം മുമ്പ് ചെയ്തൊരു ഷോർട്ട് വീഡിയോ ആണിത്. 4-7-8 ബ്രീത്തിങ് ടെക്നിക്ക് എന്ന് പറഞ്ഞ വീഡിയോ. ഇതൊന്ന് കണ്ടു നോക്കുക. അപ്പൊ ഇതിൽ പറയുന്ന ആ ഒരു ടെക്നിക്ക് നിങ്ങൾ ഒരു 60 സെക്കൻഡ് എങ്കിലും യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക. അപ്പൊ എക്സാം ഹോളിൽ ചെന്നിരുന്ന് നിങ്ങൾ ചുമ്മാ എല്ലാവരെയും നോക്കുന്നതിനൊക്കെ പകരം മാക്സിമം നിങ്ങൾ നിങ്ങളിലേക്ക് ഉൾവലിയുക. ഈ ഒരു ബ്രീത്തിങ് ചെയ്യുക. അപ്പൊ നമ്മളൊരു സോണിലേക്ക് എത്തും. എന്നിട്ട് എന്ത് ചെയ്യുക, ചോദ്യപേപ്പർ കൈ കിട്ടുമ്പോൾ ഫുൾ കോൺഫിഡൻസിൽ ഒരു പട്ടാളക്കാരൻ യുദ്ധഭൂമിയിൽ എങ്ങനെയാണോ മുന്നോട്ട് പോകുന്നത് അതുപോലെ ചോദ്യങ്ങൾ സ്റ്റക്ക് ആവാതെ മുന്നോട്ട് തന്നെ പോവുക. ഇവിടെയാണ് നമ്മൾ സ്ട്രാറ്റജിക്കലായി തിങ്ക് ചെയ്യണം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാളത്തെ പരീക്ഷ അതൊരു മെമ്മറി ടെസ്റ്റ് ചെയ്യാനുള്ള പരീക്ഷയുടെ നിങ്ങൾ കണക്കാക്കരുത്. നിങ്ങളുടെ മൈൻഡ് സെറ്റ്, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്, നിങ്ങളുടെ വ്യക്തിത്വത്തിന്റെ പരിശോധന തന്നെയാണ് നാളത്തെ എക്സാം എന്ന് പറയുന്നത്. അല്ലാതെ നിങ്ങളുടെ മെമ്മറിയോ അല്ലെങ്കിൽ നിങ്ങളുടെ എത്രത്തോളം ഫാക്ടുകൾ പഠിച്ചിട്ടുണ്ടെന്നുള്ള ചെക്കിംഗ് അല്ല നടക്കുന്നത്. ഒരു ബ്യൂറോക്രാറ്റ് ആവാനുള്ള ക്വാളിറ്റി നിങ്ങൾക്ക് ഉണ്ടോ എന്നാണ് PSC ചെക്ക് ചെയ്യുന്നത്. ഇവിടെ നിങ്ങളുടെ ടൈം മാനേജ്മെന്റ് പ്രോപ്പർ ആയിരിക്കണം. ഞാൻ എപ്പോഴും പറയുന്നതാണ്, മാത്സ് എന്ന് പറയുന്ന സബ്ജക്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാർ തുടക്കത്തിൽ തന്നെ മാത്സ് ചെയ്ത സമയം മൊത്തം അതിൽ കളയരുത്. തുടക്കത്തിൽ മറ്റ് സബ്ജക്റ്റുകൾ വർക്ക്ഔട്ട് ചെയ്തിട്ട് GK ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, അത് വർക്ക്ഔട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള സമയം മാത്തമാറ്റിക്സ് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാം. അതല്ല, മാത്സ് നിങ്ങളുടെ സ്ട്രോങ് ഏരിയ ആണെങ്കിൽ എന്ത് ചെയ്യാം, ഉറപ്പായും മാത്സിൽ തന്നെ തുടങ്ങാം. അപ്പോൾ ചിലപ്പം നമ്മുടെ റൂമിൽ ക്ലോക്ക് കാണത്തില്ല, ആ സമയം ആ ബെൽ ശ്രദ്ധിച്ച് കേട്ടോണ്ടിരിക്കണം. ഇൻവിജിലേറ്റർ ക്ലാസ്സിൽ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിനടുത്ത് നമുക്ക് ചോദിക്കാം, സാറേ അല്ലെങ്കിൽ മാഡം എത്ര മണിയായി, നമുക്ക് എത്ര സമയം ബാക്കിയുണ്ടെന്ന് ചോദിക്കാം. ഒരു മോശം വിചാരിക്കേണ്ട. അപ്പോ പല രീതിയിലുള്ള ചലഞ്ചസ് ഒരുപക്ഷെ നാളെ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വന്നേക്കാം. പക്ഷെ ഇവിടെയൊക്കെ ചെക്ക് ചെയ്യപ്പെടുന്ന നിങ്ങളുടെ മൈൻഡ് സെറ്റ്, നിങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു. യഥാർത്ഥത്തിൽ ചലഞ്ചസ് എന്നുള്ളതിനേക്കാൾ ഉപരി ആ ചലഞ്ചസിനോടുള്ള നിങ്ങളുടെ മൈൻഡ് സെറ്റ് ആണ് ഇവിടെ മാർക്കായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് മറക്കില്ല, ഇറ്റ്സ് എ ടെസ്റ്റ് ഓഫ് യുവർ മൈൻഡ് സെറ്റ്. നിങ്ങളുടെ മനസാന്നിധ്യത്തിന്റെ ഒരു പരീക്ഷ കൂടിയാണ് നാളെ നടക്കാൻ പോകുന്നത്. ഇതുകൊണ്ടാണ് നമ്മൾ എലിമിനേഷൻ ടെക്നിക്സ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. കാര്യം എക്സാം ഹോളിൽ ഇരിക്കുമ്പോൾ ഒരു പക്ഷേ നമ്മൾ കൺഫ്യൂസ്ഡ് ആയി പോകും. കാര്യം മനസ്സിലേക്ക് പല പല ചിന്തകളാണ് വരുന്നത്. ഈ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ട്രെയിനിങ് ഇഷ്ടംപോലെ കിട്ടുന്ന എലിമിനേഷൻ ടെക്നിക്സ് നമ്മുടെ ചാനലിൽ ഇഷ്ടംപോലെ വീഡിയോസ് ഈ ടോപ്പിക്ക് ചെയ്തിട്ടുണ്ട്. ആ ട്രെയിനിങ് നിങ്ങൾ വിട്ടു പോകരുത്. ചോദ്യങ്ങൾ വരുമ്പോൾ സ്മാർട്ടായിട്ട് അപ്രോച്ച് ചെയ്യുക, ആഴത്തിൽ പഠിക്കുക, അതിനോടൊപ്പം അത്യാവശ്യം കറക്കി കുത്താനും പഠിക്കുക. നാളത്തെ പരീക്ഷയിൽ റിസ്ക് എടുക്കാനുള്ള ആ ഒരു മെന്റാലിറ്റി നിങ്ങൾ കാണിക്കണം. ഞാൻ കഴിഞ്ഞ സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷയ്ക്ക് മുമ്പും പറഞ്ഞിരുന്നു, പലപ്പോഴും ഒറ്റ സ്റ്റേറ്റ്മെന്റ് വായിച്ച് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ബാക്കി വായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ജസ്റ്റ് സ്കാൻ ചെയ്ത് നോക്കുക. അതൊരു ഉദാഹരണമാണ് ഈ ചോദ്യം. കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് OAയിൽ വന്ന ചോദ്യമാണ്. നമുക്ക് അത്തരം കുറച്ച് ചോദ്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. ഇവിടെ ചോദിക്കുന്നുണ്ടോ, താഴെ പറയുന്ന പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കിട്ടുന്ന സേവനങ്ങളിൽ ഏതാണ് ശരി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. പ്രൈമറി ഹെൽത്ത് സെന്റർ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളാണ് നമ്മളൊക്കെ പോയിട്ടുണ്ട്.
എവിടെയെങ്കിലും ഏതെങ്കിലും പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ പ്രസവവും പരിചരണവും നടത്തുമോ? ഇത് വെറും പ്രൈമറി ആയിട്ടുള്ള സെന്റർ ആണ്. അവിടെ ഒരു സ്ത്രീ എന്ത് വിശ്വാസത്തിലാണ് പ്രസവിക്കുന്നത്? അതിന് വേണ്ടുന്ന ICU ഉണ്ടോ, അല്ലെങ്കിൽ ഗൈനക്കോളജിസ്റ്റ് ഉണ്ടോ, അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന എക്യുപ്മെന്റ്സോ ഫെസിലിറ്റീസോ ഉണ്ടോ? പ്രൈമറി ഹെൽത്ത് സെന്ററിൽ നമുക്ക് പ്രസവവും പരിചരണവും നടത്താൻ പറ്റുമോ? ഒരിക്കലും. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാന്ന് നമുക്കറിയാം. അപ്പൊ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ എന്ന് തോന്നിയാൽ അടുത്ത സ്റ്റേറ്റ്മെന്റിലേക്ക് അല്ല പോകേണ്ടത്, പകരം ഓപ്ഷൻസിലേക്കാണ് പോകേണ്ടത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഉള്ള ഓപ്ഷൻ എല്ലാം എലിമിനേറ്റ് ചെയ്തേ. അപ്പോൾ തന്നെ A പോയി, C പോയി, D പോയി, ഉത്തരം ബിയിലേക്ക് എത്തി. ഒറ്റയടിക്ക് ഉത്തരം ബിയിലേക്ക് എത്തി. ഇതാണ് ടൈം മാനേജ്മെന്റ്, സ്മാർട്ട് വർക്ക്, ഇന്റലക്ച്വൽ കറക്കിക്കുത്ത് എന്ന് പറയുന്നത്. ബാക്കി സ്റ്റേറ്റ്മെന്റ്സ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്ത് നോക്കുക. പക്ഷെ കൺഫ്യൂസ്ഡ് ആയിട്ടോണ്ട് നിൽക്കല്. ഇവിടെ നിങ്ങൾ ലാഭിച്ച ആ സമയം അടുത്ത ചോദ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ മാറ്റി വയ്ക്കുക. ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് കാണുമല്ലോ, അതിന് വേണ്ടി മാറ്റി വെച്ച് മുന്നോട്ട് പോകണം. അതാണ് മൈൻഡ് സെറ്റ്. നിങ്ങളുടെ മൈൻഡ് സെറ്റ് ആണ് ഇവിടെ വിലയിരുത്തുന്നത് ഞാൻ പറയുന്നത്. കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് ഓയിലെ മറ്റൊരു ചോദ്യം ഏത്? ഗാന്ധിജി ഇടപെട്ട പ്രാദേശിക സമരങ്ങളിൽ പെടാത്തവ തിരഞ്ഞെടുക്കുക. നിങ്ങൾ ചോദ്യം പെട്ടെന്ന് വായിച്ചു നോക്കുമ്പോൾ അയ്യോ തെലങ്കാന സമരം ഞാൻ പഠിച്ചില്ല, സ്വദേശി പ്രസ്ഥാനം ഞാൻ പഠിച്ചില്ല, അത് ഗാന്ധിജി ഉണ്ടോ ഇല്ലയോ എന്നുള്ള കൺഫ്യൂഷൻ വരും. പക്ഷെ എല്ലാവർക്കും അറിയാവുന്ന ഒരു ഫാക്ട് ആണ്, അഹമ്മദാബാദിലും ഖേദയിലും എന്തുണ്ട്, ഗാന്ധിജി പങ്കെടുത്തിട്ടുണ്ടെന്നത് കോമൺ ഫാക്ട് ആണ്. അപ്പോ ഉൾപ്പെടാത്ത വേല ചോദിച്ചിട്ടുള്ളത് 1 ഉം 2 ഉം ഉള്ള സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം എലിമിനേറ്റ് ചെയ്തേ. A പോയി, B പോയി, D യും പോയി. അപ്പൊ ഉത്തരം സിയിലേക്ക് എത്തി. തെലങ്കാന സമരം നിങ്ങൾ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഇതിന്റെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. പക്ഷെ പഠിക്കണം കേട്ടോ. നാളെ എക്സാമിന് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്യുക, എന്താണ് തെലങ്കാന പ്രക്ഷോഭം എന്നുള്ളത് ഗൂഗിൾ ചെയ്യുക. ആ ഡേറ്റ് വെച്ചിട്ട് നാളത്തെ എക്സാമിന് പോയാൽ മതി. അപ്പം ഈ ഒരു ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ അതിനൊന്ന് പറയാം. ഇത് ജോഗ്രഫിയിൽ ചിലപ്പോൾ എക്സാം ഹോൾഡ് ചെയ്യുമ്പോൾ കൺഫ്യൂസ്ഡ് ആവാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് അല്ലെ. ഭൂമധ്യരേഖയ്ക്ക് നേർമുകളിൽ സൂര്യൻ വരുന്ന ദിവസം, ദിവസങ്ങൾ ഏതെല്ലാം? നമുക്കറിയാം സൂര്യൻ നോർത്തിൽ നിന്ന് സൗത്തിലോട്ട്, സൗത്തിൽ നിന്ന് നോർത്തിലോട്ട് പോകും. അപ്പൊ 2 പ്രാവശ്യം എന്തായാലും വന്നേ പറ്റൂ. ഏറ്റവും ബേസിക് ഡേറ്റ് 2 പ്രാവശ്യം വന്നേ പറ്റത്തുള്ളൂ. അപ്പൊ എന്തായാലും C യും D അല്ല, അതിനകത്ത് ഒരു ഓപ്ഷൻ അല്ലേ ഉള്ളൂ. അപ്പൊ ഇതിനകത്ത് മാർച്ച് മാസത്തിലാണോ അല്ലെങ്കിൽ ജൂൺ മാസത്തിലാണോ സൂര്യൻ നമ്മുടെ ഉച്ചയ്ക്ക് മുകളിൽ നിന്ന് നമ്മൾ ചൂടടിച്ച് കരിയുന്ന ആ ഒരു മാസം ഏതാ? അത് മാത്രം വെച്ച് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഏറ്റവും സൂര്യൻ ഭൂമധ്യരേഖ മുകളിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഭൂമധ്യരേഖയുമായി അടുത്ത് താമസിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ നമുക്ക് ഏറ്റവും ചൂട് അനുഭവിക്കുന്ന ഏത് മാസമാണെന്ന് നോക്കിയാൽ പോലെ ഒരു ഉത്തരം കിട്ടത്തില്ല. ഉത്തരം കമന്റ് ചെയ്ത് ഇതിന്റെ ഉത്തരം കമന്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെച്ചിരുന്നാൽ മതി. നാളെ എക്സാം ഹോളിൽ കയറുമ്പോൾ നെർവസ് ആവരുത്, പമ്മരുത്, പതറരുത്. നിങ്ങൾ നെർവസ് ആവുകയാണെങ്കിൽ ആ എനർജി മുഴുവൻ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം. അത് കേൾക്കുമ്പോൾ ഇതൊക്കെ നടക്കുമെന്ന് തോന്നും. ആ ഒരു ബ്രീത്തിങ് എക്സസൈസ് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. നമ്മൾ നെർവസ് ആകുമ്പോൾ നമ്മുടെ അനാവശ്യമായിട്ടുള്ള എനർജി പുറത്തേക്ക് വരും. അത് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് ഉത്തരങ്ങളിൽ എത്താൻ ശ്രമിക്കുക. എല്ലാ ചലഞ്ചിന്റെ പുറകിൽ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നാളത്തെ പരീക്ഷ, നാളത്തെ ദിവസം നിങ്ങളുടെ ദിവസമാകട്ടെ. ട്രെയിനിങ് മറക്കരുത്. നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ ട്രെയിൻഡ് ആണ് എക്സാംസിന്റെ കാര്യത്തിൽ. സോ എല്ലാവർക്കും മികച്ച ആശംസകൾ നേരുന്നു. നാളെ എക്സാം കഴിഞ്ഞിട്ട് അഭിപ്രായം എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എന്നുള്ള കാര്യം അറിയിക്കാം കേട്ടോ. ഓൾ ദ ബെസ്റ്റ്, ബൈ. മുകളിൽ കാണിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്ത് വരുമെന്ന് ആൻസർ ചെയ്യാം.